അസ്സലാമലൈക്കും. കുലൂസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് സഹദിയ സ്റ്റേഡിയത്തിലാണ്. സഹദിയ മേൽപ്പറമ്പ് സ്കൂളിൻ്റെ സ്റ്റേഡിയത്തിലാണ്. ഇവിടെ വന്നിട്ട് തമിഴിൽ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ, നമ്മളൊരു ഹെലികോപ്റ്ററൊക്കെ വാങ്ങി എന്നെല്ലാം പറഞ്ഞു. പക്ഷേ ഹെലികോപ്റ്റർ വാങ്ങിയിട്ടൊന്നുമില്ല. പക്ഷേ എല്ലാവർക്കും ഹെലികോപ്റ്ററിൽ ഇരിക്കാം. എല്ലാവരും ആഗ്രഹമാണ് ഒന്ന് ഫ്ലൈറ്റിൽ കയറുക, ഹെലികോപ്റ്ററിൽ കയറുക, അതൊക്കെ പറയുന്നത് എല്ലാവരും ഒരു ആഗ്രഹമാണ്. അതിപ്പോൾ നമുക്ക് നമ്മുടെ കേരളത്തിൽ നമുക്കത് സാധിച്ചെടുക്കാനുള്ള ഒരു പുതിയൊരു ആരംഭം തുടങ്ങിയിട്ടുണ്ട്, ഹെലികോപ്റ്റർ സർവീസ്. കാരണം നമുക്ക് ട്രെയിൻ പോലെ, ബസ് പോലെ, കാറ് പോലെ നമുക്ക് ഹെലികോപ്റ്ററിലും ഇനി സഞ്ചരിക്കാം. കാരണം എമർജൻസി കേസൊക്കെ വന്നതിന് റോഡ് വഴി ആയാലും ട്രെയിൻ വഴി ആയാലും എത്തിപ്പെടാൻ കുറേ ബുദ്ധിമുട്ടുണ്ട് ഒരുപാട് ആൾക്കാർക്ക്. നമുക്കിപ്പോൾ പണമുണ്ടെങ്കിൽ തന്നെ നമുക്ക് സാഹചര്യങ്ങൾക്ക് എത്തിക്കിട്ടാറില്ല. കുറേ നമുക്ക് എമർജൻസി ഹോസ്പിറ്റൽ കേസായാലോ അല്ലെങ്കിൽ ബിസിനസ് കേസായാലും ഇതാവുമ്പോൾ ഇപ്പോൾ ഈ സർവീസ് തുടങ്ങിയാൽ തന്നെ ഒരുപാട് നമുക്ക് ഗുണങ്ങളുണ്ട്. കാരണം പെട്ടെന്ന് എത്തും. നമുക്ക് എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു, ഹെലികോപ്റ്റർ ലാൻഡ് ആകുന്നുണ്ട്, അപ്പോൾ നീ വരുന്നുണ്ടെങ്കിൽ വീഡിയോ എടുത്തിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു. അപ്പോൾ കുട്ടികൾക്കെല്ലാം ഹെലികോപ്റ്റർ കാണാനൊരു ആഗ്രഹം. അങ്ങനെ ഞങ്ങൾ വന്നു. അങ്ങനെ സാദിയ ഗ്രൗണ്ടിൽ ഓൾറെഡി ഹെലികോപ്റ്റർ ലാൻഡ് ആയിട്ടുണ്ട്. അത് ഞങ്ങൾ ബാക്കിൽ തന്നെ ഹെലികോപ്റ്റർ ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇവിടെയാണ് എല്ലാ ആൾക്കാരെല്ലാം കൂടിയിട്ടുണ്ട്. അതിൻ്റെ വിശേഷങ്ങൾ ഇപ്പോൾ കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ ഇപ്പോൾ ഹെലികോപ്റ്ററിൻ്റെ സർവീസിങ് നടക്കുകയാണ്. സാദിയയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഹെലികോപ്റ്ററിൻ്റെ അടുത്ത് നിന്നിട്ട് അതൊക്കെ വാച്ച് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഗസ്റ്റ് വന്നിട്ട് പുറത്ത് പോയിട്ടുണ്ട് ഓൾറെഡി. വീഡിയോ ക്ലിക്ക് അപ്പൊ പറയണ്ടേ? 1 2 3 സഹദിയ സ്കൂള്. അത് നമ്മളിപ്പോൾ അതിൻ്റെ പിറകു വശത്തെ ഗ്രൗണ്ടിലാണ് പോയിട്ടുണ്ടായിരുന്നത്. ഇത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ്. അവിടുത്തെ നമ്പർ 1 ഇസ്ലാമിക് സ്കൂളാണ്. സഹദിയ സെക്രട്ടേറിയറ്റ് മെമ്പർ സാദി ഉസ്താദ്, കൊല്ലമ്പാടി അബ്ദുൽ ഖാദർ സാദി ഉസ്താദ് നമ്മളെ കൂടെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കാം. നമ്മുടെ കാരാടൻ സുലൈമാൻ സാഹിബ് ആദ്യമായാണ് സഹദിയ സന്ദർശിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഹെലികോപ്റ്ററാണ് ഇന്നിവിടെ ഇറങ്ങിയത്. സഹദിയയിൽ ആദ്യമായാണ് ഒരു ഹെലികോപ്റ്റർ ഇറങ്ങുന്നത്. നമ്മുടെ 3000-ഓളം കുട്ടികൾ പഠിക്കുന്ന ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൻ്റെ ഗ്രൗണ്ടിലാണ് ഹെലികോപ്റ്ററിൽ നിന്ന് ഇറങ്ങിയത്. ഇത് നാട്ടിൽ തന്നെ ഒരാവേശമായി നാട്ടുകാരും പരിസരവാസികളും കുട്ടികളും എല്ലാവരും ഇതിൻ്റെ പിന്നാലെ ഓടിയെത്തുകയുണ്ടായി. ഇത് വലിയൊരു സന്തോഷമുള്ള ഒരു കാര്യമായി ഞങ്ങൾ കാണുന്നു. പക്ഷേ ഞങ്ങൾക്കൊരു ഫുഡ് ഒരുക്കിയിട്ടുണ്ട് സാദിയയുടെ വക. അപ്പോൾ ഞങ്ങൾ ക്യാൻറ്റീനിലേക്ക് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നല്ല അടിപൊളി ഫുഡ് ഒരുക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മളെ കാതറാജി, ഇദ്ദേഹം ക്ഷണിച്ചിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാ ഭക്ഷണവും നമുക്കിവിടെ ഒരുക്കിയിട്ടുണ്ട്. നെയ്ച്ചോറ്, പിന്നെ മീൻകറി, കോഴിക്കറി, പച്ചക്കറി, എല്ലാ ഐറ്റംസും ഇവിടെ റെഡിയാണ്. അപ്പോൾ കാതറാജിക്ക നമ്മളെ സാദിയയിലത്തെ ആൾക്കാരെ ഒന്ന് പരിചയപ്പെടുത്തി തരും. അജിക്ക പറഞ്ഞോളൂ. നമ്മുടെ പാറപ്പള്ളി ഇസ്മായിൽ സാദിയുടെ ഓഫീസ് സെക്രട്ടറിയാണ് നമ്മൾ ഇസ്മായിൽ സാദി പാറപ്പള്ളി. 25 വർഷമായി ഇവിടെ സേവനം ചെയ്യുന്നത്.
ആത്മാർത്ഥ സേവനം ചെയ്യുന്ന മഹൽ വ്യക്തിയാണ്. നിങ്ങളുടെ എല്ലാ മാർഗദർശിയാണ്. കൂടാതെ ഞങ്ങളുടെ പി ആർ റഹ്മാൻ ഹാജിയുണ്ട് നമ്മുടെ കൂടെ. ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഹെലികോപ്റ്റർ സർവീസിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഇതിൻ്റെ ബന്ധപ്പെട്ട ആൾക്കാരുമായിട്ട് നമുക്ക് ഷെയർ ചെയ്യാം. പറഞ്ഞോളൂ. ഞങ്ങൾ കാരാടൻ ഹെലികോപ്റ്റർ സർവീസിനോട് ഒരു സംഭവം തുടങ്ങിയിട്ടില്ല. ഇന്ന് കേരളത്തിൽ വളരെയധികം ട്രാഫിക്കുകളൊക്കെ വളരെ കൂടുതലാണ്. അപ്പോൾ വലിയ വലിയ ബിസിനസ്സുകാരും ഉദ്ഘാടകൻ അങ്ങനത്തെ മെഡിക്കൽ അർജൻറ്റുകൾ ഇപ്പോൾ റിയൽ എസ്റ്റേറ്റിൻ്റെ ആവശ്യത്തിന് തന്നെ കാസർഗോഡ് ഞങ്ങൾ വന്നിട്ടുണ്ട്. വേറൊരു ടീമിനെ ഇവിടെ അത്യാവശ്യമായിട്ടും കേരളത്തിലെ ഏറ്റവും വലിയൊരു ഒരാളെ കൊണ്ടിവിടെ ഇറങ്ങിയതാണ് കാസർഗോഡ്. അപ്പോൾ അദ്ദേഹത്തിന് ഇറക്കി തിരിച്ച് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നു. എന്തായാലും കേരളത്തിൽ ഇപ്പോൾ ഈ അവസരത്തിൽ ഇങ്ങനത്തെ ഒരു ഹെലികോപ്റ്ററുകളുടെ സർവീസ് കേരളത്തിന് ആവശ്യമാണ്. റോഡുകളിൽ ഹെലികോപ്റ്റർ സർവീസ് എവിടെ നിന്നാണ് സ്റ്റാർട്ട്? കോഴിക്കോട് നിന്ന് കൊച്ചിയിൽ നിന്ന് എവിടെയാണോ വേണ്ടത് 4 മണിക്കൂർ കൊണ്ട് അവിടെ എത്തും. സർവീസ് ഇതിന്റെ എത്ര സാധാരണക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്? സാധാരണക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന 6 ആൾക്കും 5 ആൾക്കും യാത്ര ചെയ്യാൻ പറ്റും. ഇതിൽ എത്ര യാത്രക്കാർ? ഇതിൽ 5 ആൾ 5 പേർക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മളെ സാദിയാല് ആദ്യമായിട്ടാണ് ഹെലികോപ്റ്റർ സാദിയ ഗ്രൗണ്ടിൽ ആദ്യമായിട്ടാണ് ഗ്രൗണ്ടാണ്. ഇംഗ്ലീഷ് സാദിയ കോളേജിന്റെ ഇംഗ്ലീഷ് മീഡിയത്തിന്റെ ഗ്രൗണ്ടിലാണ്. ഇവിടെ ആദ്യമായിട്ടാണ് ഹെലികോപ്റ്റർ വരുന്നത്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ ഞങ്ങൾ വോയിസ് ഇടാം. താങ്ക് യു. ശരി. അപ്പൊ താക്കു ഹെലികോപ്റ്ററിൽ ഓൾറെഡി കയറി ഇരുന്നങ്ങനെ ഇൻഷാ അല്ലാഹ്